സ്വന്തം അമ്മേനെ വെട്ടിക്കൊന്നിട്ട് നടുറോട്ടിലേക്ക് ഇറങ്ങുമ്പോഴും ന്യായീകരണ തൊഴിലാളികൾ ഒപ്പം കൂടാൻ ഉണ്ടാവുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വീഡിയോ. അല്ല, ഇപ്പം കുറെ ആൾക്കാർ വന്നിട്ട് ആ കുട്ടി ചെയ്ത തെറ്റ് മറ്റേ ചങ്ങായി ചെയ്തത് ഭയങ്കര ശരിയാണോ, മരിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ മരിച്ചാലിന്റെ ആർക്ക് പോയി? ഓന്റെ വീട്ടുകാർക്ക് പോയി, വേറെ ആർക്കും ഇല്ല. ഞാനടക്കം വരുന്ന ആൾക്കാർ ഇപ്പൊ ഞാനിത് വീഡിയോ കണ്ട് പറയുന്ന കേട്ടോ. ഏതോ ഒരു ബസ്സിൽ ഏതോ ഒരു പെൺകുട്ടീന്റെ മാറി തട്ടി ചങ്ങായി വരച്ച് എന്താക്കി ഓൻ ഇറങ്ങിപ്പോയി. ഓൻ അറിയാണ്ട് പോകുന്നില്ല, അറിഞ്ഞിട്ട് തന്നെയാ ചെയ്യുന്നത്. ആ വീഡിയോ മനസ്സിലാകുന്നുണ്ട്. അതേത് ചെറിയ കുട്ടിയൊക്കെ വീഡിയോ കാണിച്ചു കൊടുത്താലും അവൻ അറിയൊക്കെ അവൻ സ്വയം ബോധത്തിൽ തന്നെയാണ് ആ കുട്ടീനെ മാറി തട്ടി പോകുന്നത്. ആ കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവൾ എന്ത് കണ്ടന്റോ കാതോ എന്നൊന്നും നമുക്കറിയണ്ട. ആ കുട്ടി വീഡിയോ എടുത്തതിൽ ഇപ്പം കണ്ടതിൽ മനസ്സിലാകുന്ന എന്താ, ആ ചങ്ങാതി ഓളെ മാറി തട്ടിട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ പപ്പാൻ്റെ ഉമ്മാൻ്റെ മോളെ മാറി തട്ടിയിട്ട് എല്ലാ ചങ്ങായി ബസ്സിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത്. ഇനി പോകാനങ്ങ് പോയി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചത് ഓൻ്റെ വീട്ടുകാർക്ക് പോയി. ഓൻ അങ്ങനെ ചെയ്യാത്തവനാ വലിയ മാനാണെങ്കിൽ ഓനെന്താക്കും പബ്ലിക്കിൽ വന്നിട്ട് അത് ന്യായീകരിച്ച് എന്താക്കണം, ക്ലിയർ ആക്കി കൊടുക്കണം ജനങ്ങളുടെ മുന്നിൽ. ഇനി കുട്ടിക്ക് വേണ്ടി ഒരു ബോധവൽക്കരണം കൊടുക്കണം. എന്നിട്ട് ഓനങ്ങ് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെ ഉണ്ട് ചലക്കാനുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾക്ക് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ന്യായം കിട്ടിയിട്ടുണ്ട്? ഞാൻ അത് പോട്ടെ, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു പഴമൊഴി പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണ് കേസ് അതുപോലൊരു നാട്ടക്കേസ് ഈ ലോകത്ത് വേറെ ഇല്ല എന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ഒരിക്കലും ഒരു പെണ്ണ് കേസ് വന്നുപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതകാലം മൊത്തം അത് ചീഞ്ഞ് നാറിക്കൊണ്ടേയിരിക്കും. ഇത് ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ഈ ഒരു മണ്ണുണ്ണിക്ക് ഇനിയും അറിയില്ല എന്നുണ്ടോ? ഒരു പെണ്ണ് കേസ് വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എത്ര ന്യായം കിട്ടിയാലും അവന് ന്യായം കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ സമൂഹം അവനെ ജീവിതകാലം മൊത്തം പഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്.